ഈ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ സെഷനിൽ വ്യത്യസ്ത പോക്കറ്റുകളുടെ സാമ്പിളുകൾ തയ്യാറാക്കാൻ പഠിക്കും. ഈ സെഷന്റെ അവസാനം താഴെ പറയുന്നവ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. കുർത്തിക്കായി ഒരു ഇൻസീം പോക്കറ്റ് തയ്യാറാക്കുക, വെൽറ്റും ഫ്ലാപ്പും കൂടിയ ഒരു ഹിപ്പ് പോക്കറ്റ് തയ്യാറാക്കുക. Tools and equipments required: single needle lock stitch machine 1 number, iron box 1 number, hand needle 1 number, scissors 1 number, dressmaker's pin 1 box, poplin cloth 0.35 meter into 0.90 meter, casement 0.25 meter into 0.90 meter, lining 0.35 meter into 0.90 meter, sewing thread 1 number. Prepare an inseam pocket for kurta. 25 into 10 cm ഉള്ള 2 pieces of poplin cloth എടുക്കുക. പോക്കറ്റ് പൗച്ച് പീസിനു വേണ്ടി 1 piece of poplin 32 into 12 cm ഉണ്ടാവണം. എഡ്ജസ് മാച്ച് ആകുന്ന രീതിയിൽ കേസ്മെന്റ് പീസസ് പ്ലേസ് ചെയ്തിട്ട് റൈറ്റ് സൈഡ്സ് ഒന്നിച്ച് വയ്ക്കുക. 0.5 cm ഡെപ്ത് ഉള്ള രീതിയിലും ടോപ്പ് എഡ്ജിൽ നിന്ന് 4 cm മാറിയും നോച്ച് കട്ട് ചെയ്യുക. സെയിം എഡ്ജിലുള്ള പ്രീവിയസ് നോച്ചിൽ നിന്ന് 10 cm ഡിസ്റ്റൻസിൽ ഒരു നോച്ച് കൂടി മാർക്ക് ചെയ്ത് കട്ട് ചെയ്യുക. 1 cm ഡിസ്റ്റൻസ് ഉള്ള രീതിയിൽ രണ്ട് പീസിന്റെയും സെയിം എഡ്ജസ് ബാസ്റ്റ് ചെയ്യുക. ടോപ്പ് എഡ്ജിൽ നിന്ന് ഫസ്റ്റ് നോച്ചിലേക്ക് മെഷീൻ സ്റ്റിച്ച് ചെയ്യുക. ശേഷം ബോട്ടമിൽ നിന്ന് സെക്കൻഡ് നോച്ചിലേക്കും മെഷീൻ സ്റ്റിച്ച് ചെയ്യുക. പോക്കറ്റ് മൗത്ത് ഓപ്പൺ ആയിരിക്കുന്ന രീതിയിൽ രണ്ട് നോച്ചസിന്റെ സ്പേസ് അവശേഷിപ്പിക്കുക. ബാസ്റ്റിംഗ് റിമൂവ് ചെയ്തിട്ട് സീം ഓപ്പൺ ആയിട്ട് വെച്ച് പ്രസ് ചെയ്യുക. സീം അലവൻസിന്റെ റോ എഡ്ജസ് ടേൺ ചെയ്തിട്ട് പോക്കറ്റ് ഓപ്പണിംഗ് 0.25 cm ഉള്ള രീതിയിൽ സൈഡിൽ വെക്കുക. ശേഷം ഹെമ്മ് സ്ലിപ്പ് സ്റ്റിച്ച് അല്ലെങ്കിൽ മെഷീൻ സ്റ്റിച്ച് ഉള്ള രീതിയിൽ ഫിനിഷ് ചെയ്യുക. 10 cm ഉള്ള രീതിയിൽ പൗച്ച് പീസിന്റെ എഡ്ജിലുള്ള നോച്ചസ് കട്ട് ചെയ്യുക. മാത്രമല്ല ബോട്ടമിൽ നിന്ന് 20 cm ഉണ്ടായിരിക്കണം. അതിനുശേഷം ഹൊറിസോണ്ടൽ ലൈൻസ് ഡ്രോ ചെയ്യുക. റെസ്റ്റ് ഓഫ് ദ മെറ്റീരിയലിൽ ഹാഫ് ദ ഡിസ്റ്റൻസിന് മാർക്ക് ചെയ്യുക. ക്ലോത്ത് വെർട്ടിക്കലായിട്ട് ഫോൾഡ് ചെയ്യുക. ഷേപ്പ് ഡ്രോ ചെയ്ത് കട്ട് ചെയ്യുക. മെറ്റീരിയൽ അൺഫോൾഡ് ചെയ്യുക. റൈറ്റ് സൈഡ്സ് ഒന്നിച്ചു വരുന്ന രീതിയിൽ ലോവർ ലൈൻ ഹൊറിസോണ്ടലായിട്ട് ഫോൾഡ് ചെയ്യുക. 0.7 cm സീം അലവൻസ് വിട്ടുകൊണ്ട് ഫോൾഡഡ് പാർട്ടിന്റെ എഡ്ജസിൽ സൈഡ് സ്റ്റിച്ച് ചെയ്യുക. മാത്രമല്ല ടോപ്പ് എഡ്ജിൽ നിന്ന് 0.75 cm ഉണ്ടാവണം. ഈ ടോപ്പ് എഡ്ജാണ് പോക്കറ്റ് പൗച്ച് ഫിക്സിങ്ങിന് പിന്നീട് ബേസ് ലൈനായിട്ട് സെർവ് ചെയ്യുക. പോക്കറ്റ് പൗച്ച് റൈറ്റ് സൈഡ് ഔട്ടിലേക്ക് ടേൺ ചെയ്യുക. 0.75 cm ഷേപ്പ്ഡ് പോർഷന്റെ റോ എഡ്ജസ് ഇൻസൈഡിലേക്ക് ഫോൾഡ് ചെയ്തിട്ട് ശേഷം ബാസ്റ്റ് ചെയ്യുക. ബേസ് ലൈനിന്റെ സെന്ററിൽ ഉള്ള നോച്ച് കട്ട് ചെയ്യുക. റൈറ്റ് സൈഡ്സ് ഒന്നിച്ചു വരുന്ന രീതിയിൽ ഡബിൾ പോർഷൻ ഓഫ് പൗച്ച് ഷേപ്പ്ഡ് പോർഷന്റെ മേലെ വെച്ച് ഫോൾഡ് ചെയ്യുക. ഇത് കാരണം ബേസ് ലൈൻ പുറത്തേക്ക് കാണും. ഒറിജിനൽ ക്ലോത്തിലുള്ള സെന്റർ സീം ലൈൻ നോച്ചിന്റെ ബേസ് ലൈനുമായിട്ട് പ്ലേസ് ചെയ്യുക. ഇത് പോക്കറ്റ് മൗത്തിന്റെ താഴെ 1 cm മാറിയിരിക്കണം. കൂടാതെ ഓപ്പണിംഗ് ഷേപ്പ്ഡ് പോർഷൻ അപ്വേർഡ് ആയിരിക്കണം. ബേസ് ലൈനിൽ തന്നെ ഒറിജിനൽ ക്ലോത്ത് പിൻ ആൻഡ് ബാസ്റ്റ് ചെയ്യുക. അതിനുശേഷം ഷേപ്പ്ഡ് പോർഷന്റെ പീക്കിലും ചെയ്യണം. പീക്ക് സീം ലൈനുമായിട്ട് മാച്ച് ആവുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കണം. ഷേപ്പ്ഡ് പോർഷന്റെ എഡ്ജസും ബാസ്റ്റ് ചെയ്യുക. ബേസ് ലൈൻ മെഷീൻ ഉപയോഗിച്ച് സ്റ്റിച്ച് ചെയ്യുക. എൻഡിൽ സ്റ്റോപ്പ് ചെയ്യുക. മെറ്റീരിയൽ പൈവോട്ട് ചെയ്തിട്ട് പൗച്ചിന്റെ ഡബിൾ പോർഷൻ താഴെ കൊണ്ടുവരിക. ഷേപ്പ്ഡ് പോർഷനിൽ തന്നെ സ്റ്റിച്ചിങ് കണ്ടിന്യൂ ചെയ്യുക. സീം എൻഡിൽ ലോക്ക് ചെയ്യുക. ബാസ്റ്റിംഗ് റിമൂവ് ചെയ്തിട്ട് പ്രസ് ചെയ്യുക. റൈറ്റ് സൈഡ് ഓഫ് ഫാബ്രിക്കിൽ നിന്നുള്ള അപ്പിയറൻസ്. പ്രിപ്പയർ എ ഹിപ്പ് പോക്കറ്റ് വിത്ത് വെൽറ്റ് ആൻഡ് ഫ്ലാപ്പ്. ഒറിജിനൽ ഫ്ലാപ്പ് പീസസ് ഒന്നിനുമേലെ ഒന്നായിട്ട് വയ്ക്കുക. റൈറ്റ് സൈഡ്സും ഒന്നിച്ച് ഇരിക്കണം.
ഇന്റർലൈനിങ് പീസ് ഇതിന്റെ മേലെ പ്ലേസ് ചെയ്യുക. ഇന്റർലൈനിങ് പീസ് ഫ്ലാപ്പ് പേപ്പർ പാറ്റേണിന്റെ മേലെ വെക്കുക. ഇത് ടോപ്പ് എഡ്ജിന്റെ താഴെ 1 സെന്റിമീറ്റർ ഉണ്ടായിരിക്കണം. ശേഷം പിൻ ചെയ്യുക. ഫ്ലാപ്പ് പാറ്റേണിന്റെ എഡ്ജസിൽ തന്നെ മാർക്ക് ചെയ്യുക. ടോപ്പ് എഡ്ജസ് ലീവ് ചെയ്തിട്ട് മാർക്സിൽ ബാസ്റ്റ് ചെയ്യുക. പിൻ ആൻഡ് പേപ്പർ പാറ്റേൺ റിമൂവ് ചെയ്യുക. ബാസ്റ്റിങ്ങിന്റെ കൂടെ തന്നെ സ്റ്റിച്ച് ചെയ്യുക. ശേഷം എൻഡിൽ ലോക്ക് സ്റ്റിച്ച് ചെയ്യുക. 0.75 സെന്റിമീറ്റർ ഉള്ള രീതിയിൽ സീം അലവൻസ് വിട്ടുകൊണ്ട് 3 സൈഡ്സിലുമുള്ള എക്സ്ട്രാ മെറ്റീരിയൽ നിങ്ങൾക്കിപ്പോൾ കട്ട് ചെയ്യാവുന്നതാണ്. ഇന്റർലൈനിങ് പീസിൽ നിന്ന് മാത്രം കോർണേഴ്സ് കട്ട് ചെയ്യുക. കോർണർ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഫ്ലാപ്പ് യൂണിറ്റ് ടേൺ ഔട്ട് ചെയ്യുക. ശേഷം പ്രസ് ചെയ്യുക. സ്റ്റിച്ചഡ് എഡ്ജസിൽ നിന്ന് കുറച്ച് മാറി 0.5 സെന്റിമീറ്ററിന് ടോപ്പ് സീം റെഡിയാക്കുക. പോക്കറ്റ് പൗച്ച് പീസ് എടുത്ത് റോങ് സൈഡ്സിന്റെ കൂടെ ഒന്നിച്ച് വെക്കുക. പോക്കറ്റ് മൗത്ത് മാർക്കിന്റെ മേലെ 3.0 സെന്റിമീറ്റർ എക്സീഡ് ആകുന്നതുവരെ ഈ പൗച്ച് പീസ് വെക്കുക. ഈ 2 പീസസും സെന്ററിൽ വെച്ച് മാച്ച് ആയതിനു ശേഷം മൗത്ത് മാർക്കുമായിട്ട് ബാസ്റ്റ് ചെയ്യുക. റൈറ്റ് സൈഡ്സ് ഒന്നിച്ച് വെച്ചതിന് ശേഷം 2 ജെറ്റിംഗ് പീസസും സാമ്പിൾ പീസിന്റെ മേലെ പ്ലേസ് ചെയ്യുക. ഇത് പോക്കറ്റ് മൗത്തുമായിട്ട് അലോങ് ആയിട്ട് ഇരിക്കണം. ശേഷം റൈറ്റ് സൈഡ്സ് ഒന്നിച്ചു വെച്ച് മാർക്ക് ചെയ്യുക. പോക്കറ്റ് മൗത്തിൽ ഉള്ള ബോത്ത് സൈഡിൽ നിന്നും 0.5 സെന്റിമീറ്റർ മാറി സ്റ്റിച്ച് ചെയ്തിട്ട് ബാസ്റ്റ് ചെയ്യുക. പ്രോപ്പറായി സ്റ്റിച്ചസ് ലോക്ക് ചെയ്യുക. ബാസ്റ്റിംഗ് റിമൂവ് ചെയ്തിട്ട് മൗത്ത് മാർക്കിന്റെ കൂടെ തന്നെ കട്ട് ചെയ്യുക. 2 ലെയേഴ്സ്, അതായത് മെയിൻ പീസ് ആൻഡ് പൗച്ച് പീസ്, ഇത് കെയർഫുള്ളായി കട്ട് ചെയ്യുക. എൻഡിന് 1 സെന്റിമീറ്റർ മുന്നേ തന്നെ സ്റ്റോപ്പ് ചെയ്യുക. ജെറ്റിംഗ് പീസസിന്റെ കോർണേഴ്സ് ലിഫ്റ്റ് ചെയ്യുക. ഈച്ച് എൻഡിലും സ്മോൾ ട്രയാങ്കിൾസ് ഫോം ആകുന്ന രീതിയിൽ 4 കോർണേഴ്സ് ഡയഗണലായിട്ട് കട്ട് ചെയ്യുക. സ്റ്റിച്ചസിലേക്കും ജെറ്റിംഗ് പീസസിലേക്കും കട്ട് ചെയ്യരുത്. റോങ് സൈഡിൽ ഉള്ള കട്ടിലേക്ക് ജെറ്റിംഗ് പീസസ് പോകുന്ന രീതിയിൽ ജെന്റിലായിട്ട് പുഷ് ചെയ്യുക. ഒറിജിനൽ പീസിന്റെ റൈറ്റ് സൈഡിൽ നിന്ന് റോങ് സൈഡിലേക്ക് ആയിരിക്കണം. 0.5 സെന്റിമീറ്റർ വെൽസ് ഫോം ചെയ്യുവാൻ ജെറ്റിംഗ് ഫോൾഡ് ചെയ്ത് പ്രസ് ചെയ്യുക. ഈ ഫോൾഡ്സ് സെന്റർ ഓഫ് ഓപ്പണിംഗുമായിട്ട് മാച്ച് ചെയ്യുക. 2 സീം ലൈൻസുമായിട്ടും ബാസ്റ്റ് ചെയ്യുക. ലോവർ ക്രിവീസ് ബാസ്റ്റിംഗുമായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് സീം ലോക്ക് ചെയ്യുക. ഇനി വോൾ യൂണിറ്റും റോങ് സൈഡിലേക്ക് ടേൺ ചെയ്യുക. ഒറിജിനൽ പീസ് ബാക്കിലേക്ക് ഫോൾഡ് ചെയ്യുക. 0.5 സെന്റിമീറ്ററിന് ജെറ്റിംഗ് പീസിന്റെ ലോവർ എഡ്ജ് ഇൻസൈഡിലേക്ക് ടേൺ ചെയ്യുക. ഇത് പൗച്ച് പീസ് വെച്ച് ടോപ്പ് സ്റ്റിച്ച് ചെയ്യുക. പ്രിപ്പയർഡ് ഫ്ലാപ്പ് പീസ് എടുത്ത് അത് പോക്കറ്റ് മൗത്തിൽ ഇൻസേർട്ട് ചെയ്യുക. ഇനി ടോപ്പ് ഓഫ് ദ ഫ്ലാപ്പിൽ ഉള്ള സീം ലൈനും സീം ലൈൻ ഓഫ് അപ്പർ വെൽറ്റും മാച്ച് ചെയ്യുക. ശേഷം ബാസ്റ്റ് ചെയ്യുക. അപ്പർ ക്രീവിസ് സ്റ്റിച്ച് ചെയ്തിട്ട് സീം ലോക്ക് ചെയ്യുക. മെഷീനിന്റെ റൈറ്റ് സൈഡ് ആപ്പിൽ ഈ സാമ്പിൾ പ്ലേസ് ചെയ്യുക. പൗച്ച് പീസ് കൂടാതെ ഒറിജിനൽ പീസിന്റെ സൈഡ് എഡ്ജ് ഫോൾഡ് ബാക്ക് ചെയ്യുക. അപ്പോഴേ പോക്കറ്റ് മൗത്തിന്റെ 1 എൻഡിൽ ടൈനി ട്രയാങ്കിൾ എക്സ്പോസ് ആവുകയുള്ളൂ. ഡബിൾ സീം ഉപയോഗിച്ച് ട്രയാങ്കിളിന്റെ എൻഡ് സെക്യൂർ ചെയ്യുക. സ്റ്റിച്ച് കട്ടിന് ക്ലോസ് ആയിട്ടാണോ ഉള്ളതെന്ന് ചെക്ക് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ബാക്കിയുള്ള എൻഡിലും ഇതേ പ്രോസസ് റിപ്പീറ്റ് ചെയ്യുക. ഇനി റോങ് സൈഡിൽ വർക്ക് ചെയ്യുക. 1 സെന്റിമീറ്ററിൽ പൗച്ച് പീസ് ഇൻസൈഡിൽ പോകുന്ന രീതിയിൽ ഇതിന്റെ ലോങ് എഡ്ജ് ടേൺ ഓഫ് ചെയ്യുക. ശേഷം പൗച്ച് ഫോൾഡ് ചെയ്യുക. ഇതിൽ മാർക്ക്ഡ് ലൈൻ ഹൊറിസോണ്ടൽ ആയിരിക്കണം. ശേഷം വേസ്റ്റ് ലൈനിന്റെ സൈസ് ബാസ്റ്റ് ചെയ്യുക. ഡബിൾ സീമുമായിട്ട് ഫിനിഷ് ചെയ്യുക. സെന്ററിന്റെ ഫ്ലാപ്പിൽ 1 ബാർ 1 ഫാൻ ബട്ടൺ ഹോൾ സ്റ്റിച്ച് ചെയ്യുക. ഇത് ലോവർ എഡ്ജിൽ നിന്നും 0.75 സെന്റിമീറ്റർ മാറിയായിരിക്കണം ഉണ്ടാവേണ്ടത്. ബട്ടൺ ഹോളുമായിട്ട് ബട്ടൺ മാച്ച് ആകുന്ന രീതിയിൽ സ്റ്റിച്ച് ചെയ്യുക. റീക്യാപ്പ്. ഈ സെഷനിൽ പഠിച്ചത് എന്തൊക്കെയാണെന്ന് നോക്കാം. കുർത്തിക്കായി ഒരു ഇൻസീം പോക്കറ്റ് തയ്യാറാക്കാൻ പഠിച്ചു. വെൽറ്റും ഫ്ലാപ്പും ഉള്ള ഒരു ഹിപ്പ് പോക്കറ്റ് തയ്യാറാക്കാനും നിങ്ങൾ പഠിച്ചു. എനിക്ക് തോന്നുന്നു ഈ കൺസെപ്റ്റ്സ് എല്ലാം തന്നെ നിങ്ങൾക്ക് വളരെ നന്നായി മനസ്സിലായിട്ടുണ്ട് എന്ന്. അടുത്ത സെഷനിൽ മറ്റൊരു കൺസെപ്റ്റുമായി വീണ്ടും കാണാം. നന്ദി.